ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ BR റാങ്കിലെ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ആയിട്ടാണ് ഈ റേക്ക് ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ടിക്സിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് പ്ലേസ്, ടിപ്സ് ആൻഡ് ബഗ്സിനെ പറ്റിയുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യാറ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ചാനലോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള വെറും ഒരു ഗ്ലൂ വാൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിട്ട പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേ പൊസിഷനിൽ നിങ്ങളിവിടെ ശ്രമിക്കുക, നിങ്ങൾക്ക് ചാടാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഐറ്റം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മേലോട്ട് കയറുന്നത്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ അതിന് മേലോട്ട് കയറാൻ പറ്റുന്നില്ല, കണ്ടെയ്നറിൻ്റെ മേലെ കയറാൻ പറ്റുന്നില്ല എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് കയറാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് മേലോട്ട് അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മേലെ നിൽക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ മേലോട്ട് കയറിയ സമയത്ത് തന്നെ ഒരുത്ത വണ്ടി എടുത്ത് താഴത്തോട്ട് ഒന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. അവൻ എങ്ങനെയും പുറത്തോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നു, പുറത്തോട്ടല്ല സോറി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നു. അവനാണെങ്കിൽ ഇവിടെ നിന്ന് നിർത്തിയിരിക്കുന്നത് നല്ല രീതിക്ക് നമ്മൾ ഡാമേജ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കേസ് വെച്ചിട്ട് നല്ല രീതിക്ക് അടിച്ചു. അവനാണെങ്കിൽ എങ്ങനെയൊക്കെ പാടെ വണ്ടിയിലെ കയറി പോകാൻ നോക്കുന്നു ഗൈസ്. നമ്മൾ എങ്ങനെയൊക്കെ പാടെ അടിച്ചാണ് സോണിയൻ്റെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നൈസിനാണ് ദിമിത്രിയും കാര്യങ്ങളൊക്കെ ഓണാക്കി നമ്മളുണ്ട് വെറുതെ ഇവിടെ നമ്മൾ നൈസ് തന്നെ അവൻ അടിച്ച് നോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് ഇത്രട്ടൊക്കെ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേറെ അടുത്ത സ്പോട്ടോടെ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഒരു വണ്ടി ആവശ്യമുള്ളത്, വണ്ടി കാറോ ജീപ്പ് ഇത് വണ്ടിയിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിട്ട പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ മേലോട്ട് ചാടി കയറുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ കയറി സർവൈവ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടൊന്നും എനിമീസ് ഒരിക്കലും ശ്രദ്ധിക്കത്തുമില്ല. ഇനിയിപ്പോൾ എനിമീസ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മേലോട്ട് കയറണമെങ്കിൽ അവർക്കാണെങ്കിൽ നമ്മൾ കാണാനും പറ്റാത്തൊരു സ്പോട്ട്. അതുപോലെ തന്നെ ഈ കിളി വീടിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന എനിമീസ് ഉണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കൂടുതലായിട്ടും വരാറ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇവിടെ നിന്ന് കളിക്കാൻ നിങ്ങൾക്ക് നരിതിക്ക് ബോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള വെറും ഒരു ടെലിപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ടെലിപ്പോർട്ടിന് ഞാൻ തോന്നുന്നു അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അത് അറിയാവുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ച ചെറിയൊരു സംഭവം ഉണ്ട്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങളും ഇതേപോലെ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് ഇടാൻ പറ്റുന്നതിൻ്റെ മേലോട്ട് കയറാൻ പറ്റുന്ന അടിപൊളി സ്പോട്ട് അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ മേലോട്ട് കയറാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം എനിമീസൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല, എനിമീസിനെ ഇങ്ങോട്ട് കാണത്തുമില്ല, നമുക്കാണെങ്കിൽ അവരെ കാണാനും പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് ഇത്രയൊക്കെ അതുകൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് ഇതിന് ആവശ്യമുള്ള വേറൊരു ടെലിപ്പോർട്ട് മാത്രമുള്ള ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ടെലിപ്പോർട്ട് എങ്ങനെ കിട്ടുന്നതെന്ന് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് വെൻഡിങ് മെഷീനിൽ പോയി കഴിഞ്ഞാൽ ടെലിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഒരു 2 ഗ്ലോകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിടുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ 2 ഗ്ലോകളായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ഇടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഉള്ളിലോട്ടും കയറാൻ പറ്റത്തില്ല, പിന്നെ അതുപോലെ നമുക്ക് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് കയറാനും പറ്റത്തില്ല, നമ്മളാകെ അവിടെ ലോക്കാവുന്ന അവസ്ഥയാകുന്നു. അപ്പോൾ ഞാനിട്ട പോലെ നിങ്ങൾ കറക്റ്റ് ഈ വക്കത്തിന് ഇടാൻ ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ജമ്പ് ചെയ്ത് കയറാൻ ശ്രമിക്കുക, സ്കോപ്പിൽ ജമ്പ് ചെയ്ത് കയറാൻ മാക്സിമം ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ താഴത്തോട്ട് വീഴാതിരിക്കാൻ വളരെ കമ്മിയാണ് നമ്മൾ സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറുകയാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് കയറുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം എനിമീസ് ആണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല ഇതിൻ്റെ മേലോട്ടായിട്ട്. അതുപോലെ തന്നെ നമുക്ക് താഴത്തുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡാം പോലെ എന്തോ സംഭവം, അതിൻ്റെ അവിടെയൊക്കെ വരുന്ന എനിമീസിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് ഇത്രയൊക്കെ അതോടെ കമൻറ്റ് ചെയ്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എനിമീസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് സർവൈവ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഒരു കുഴലുണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും മിസ് കാണത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഐഡം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഒരു വണ്ടി, അതുപോലെ തന്നെ നമുക്ക് 2 ഗ്ലൂകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു മരത്തിൻ്റെ അവിടെ വന്നിട്ട് വണ്ടി കുത്തിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് 2 ഗ്ലൂകൾ ഇതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇടുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് അതിന് മേലോട്ട് ജമ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്കോപ്പ് ചെയ്ത് മേലോട്ട് ജമ്പ് ചെയ്ത് നേരെ നിങ്ങൾ ഒരു തെങ്ങുണ്ട് അതിൻ്റെ മേലോട്ട് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്തിട്ട് നീങ്ങിയിട്ട് ജോയിസ്റ്റിക്ക് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടൊക്കെ നീക്കി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലിൽ നിന്നിട്ട് നല്ല രീതിക്ക് സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ചാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളാൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ക്ഷമിക്കുക, നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം.